إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികൾ നമ്മെ ഏവരെയും ശ്രദ്ധിച്ചു പരിപാലിക്കുന്ന അർഹമുർ-റഹീമീനായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് കൊണ്ടുവന്ന് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗം കരസ്ഥമാക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു പെരുന്നാൾ സുദിനത്ത് കൂടി സംഗമിക്കുവാനും ഈദ്ഗാഹിൽ അണിചേരുവാനും നമസ്കരിക്കാനും അള്ളാഹു ഒരിക്കൽ കൂടി നമുക്കെല്ലാവർക്കും അവസരം തന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ മദ്രസയുടെ മുറ്റത്ത് നമ്മുടെ ഈദ്ഗാഹിൽ നമ്മുടെ കൂടെ നമസ്കരിച്ചവർ ഈ മരത്തിന്റെ തണലിൽ ഇരുന്നവർ ഇന്ന് ഇവിടെ ഇരിക്കുന്നില്ല. പലരും അവരുടെ വീടകങ്ങളിൽ എത്തിക്കഴിഞ്ഞു. ചില ആളുകൾ രോഗികളാണ്, ഹോസ്പിറ്റലുകളിലാണ്, രോഗശയ്യയിൽ. ഇവിടെ എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ബർസഖി ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫാഇനെ പ്രദാനം നൽകുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട അസീസ്ക രോഗിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗം എത്രയും പെട്ടെന്ന് ഭേദമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കൂടെ പുണ്യപ്രവർത്തനങ്ങൾക്കും നമസ്കാരങ്ങൾക്കും ദീനിയായ കാര്യങ്ങൾക്കുമെല്ലാം വീണ്ടും സജീവമായ ആരോഗ്യത്തോടു കൂടി കഴിഞ്ഞുകൂടുവാനുള്ള തൗഫീഖ് അല്ലാഹു അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, ഒരു മാസക്കാലം വ്രതത്തിലും വ്രതശുദ്ധിയിലും തഖ്വയിലും പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളും ചെയ്തുകൊണ്ട് പകലിന്റെ സമയം മുഴുവൻ പട്ടിണി കിടന്ന് രാവിലെ ഏറെ നമസ്കരിച്ച് വിശുദ്ധ ഖുർആൻ ധാരാളം ഓതിത്തീർത്ത് ദിക്റുകളും ദുആകളുമായി സമ്പന്നമാക്കി, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി കൊടുത്ത് അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ വേണ്ടി പരിശ്രമിച്ച ആളുകളാണ് നമ്മൾ.
പ്രിയമുള്ളവരെ, ഇതെല്ലാം റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള തൗഫീഖാണ്. പള്ളിയിലെത്തുവാനും കൃത്യമായി നമസ്കാരങ്ങൾക്ക് പങ്കെടുക്കുവാനും രാത്രി നമസ്കാരം മുടങ്ങാതിരിക്കുവാനും കുറെ പാരായണം ചെയ്യാനും ഒക്കെ അള്ളാഹു നമുക്ക് നൽകിയ തൗഫീഖാണ്. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുമായിരുന്നില്ല. കാരണം നമ്മുടെ കൂട്ടത്തിൽ എത്രയോ ആളുകൾ ഒരു ഖത്തം പോലും തീർക്കാൻ ഭാഗ്യം കിട്ടാത്ത ആളുകൾ, ഈ പരിശുദ്ധ റമദാനിന്റെ രാവുകളിലും പകലുകളിലും പോലും ജമാഅത്തിന് കൃത്യമായി പള്ളിയിലെത്താൻ അള്ളാഹു ഭാഗ്യം കൊടുക്കാത്ത ആളുകൾ, പള്ളിയിൽ വന്ന് രാത്രിയുടെ സമയത്തെങ്കിലും ഒന്ന് സജീവമാകാൻ ഭാഗ്യം കൊടുക്കാത്ത ആളുകൾ, അവർ തിരക്കിലാണ്, ദുനിയാവിന്റെ നിസ്സാരമായ തിരക്കുകളിലാണ്. ഈ ദുനിയാവും അതിലുള്ളതെല്ലാം വഞ്ചനയുടെ ചരക്കാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിലപ്പെട്ട കനിയുണ്ട്, അത് തേടുവാൻ, അത് ഭക്ഷിക്കുവാൻ നിങ്ങൾ എത്തേണ്ട സ്ഥലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് അള്ളാഹുവിന്റെ വീടകങ്ങളാണ്. അവിടേക്ക് എത്താനോ അള്ളാഹുവിന്റെ കലാം പാരായണം ചെയ്യുവാനോ അതേപോലെ തന്നെ റമദാനിൽ അല്പം സജീവമാകാനോ അവർക്ക് സാധിച്ചിട്ടില്ല. അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദീന് പഠിപ്പിച്ച ഒരു വസ്ത്രധാരണ, ഡ്രസ് കോഡ് എടുക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. നോമ്പ് അനുഷ്ഠിച്ചിട്ടും തന്റെ കോളേജുകളിലേക്കും തന്റെ സ്കൂളുകളിലേക്കും തന്റെ ജോലിയിടങ്ങളിലേക്കും ആളുകളെ കാണിക്കാനും ശരീരത്തിലേക്ക് ഒട്ടിച്ചേർന്ന വസ്ത്രം ധരിച്ച് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ധരിച്ച് പട്ടിണി കിടന്നും മറ്റുള്ളവരെ ആകർഷിച്ച് അള്ളാഹുവിന്റെ കോപം വാങ്ങുന്ന രീതിയിൽ നടക്കാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പൊരുത്തമില്ലാത്ത രീതിയിൽ നടക്കാൻ അതേ അവർക്ക് സാധിച്ചിട്ടുള്ളൂ, അവൾക്ക് സാധിച്ചിട്ടുള്ളൂ. അള്ളാഹു തൗഫീഖ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഹിദായത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് അമൽ ചെയ്യാൻ തോന്നിയത് നമുക്ക് അള്ളാഹു നൽകിയ തൗഫീഖാണ്, നമ്മുടെ മെച്ചമൊന്നുമല്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പിന്റെ പുണ്യപ്രവർത്തനങ്ങളുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതിന് ശേഷം അല്ലാഹു പറയുകയാണ്, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകി, അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകി എന്നുള്ളത് കൊണ്ട് തന്നെ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നവരാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത അനുഗ്രഹമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ തക്ബീറുകൾ മുഴക്കണം. എന്തിനാ തക്ബീർ ചൊല്ലുന്നത്? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയത് കൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകിയത് കൊണ്ട് വലിതുകബ്ബിറുല്ലാഹ, അള്ളാഹുവിനെ തക്ബീർ മുഴക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പടച്ചവനാണ് വലിയവൻ. അല്ലാഹു അല്ലാതെ ഒരു പ്രാർത്ഥനയ്ക്ക്, വഴിപാടുകൾക്ക്, നേർച്ചകൾക്ക്, ആരാധനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഒരാൾക്കും അതിന് അവകാശമില്ല. ഈ റബ്ബിനാണ് സർവ്വസ്തുതികളും, അവരാണ് മഹത്വമേറിയവൻ എന്നുള്ള തക്ബീർ ഉദ്ഘോഷിക്കട്ടെ. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അതുകൊണ്ട് തന്നെ ഈ റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ആ റബ്ബിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞാൻ പട്ടിണി കിടന്നത്. ആ റബ്ബിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ്, ഇഷ്ടം കരസ്ഥമാക്കാൻ വേണ്ടി, സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടിയാണ് ഞാൻ രാത്രി നമസ്കരിച്ചത്. ഞാൻ അധ്വാനിച്ച സമ്പത്ത് പടച്ചറപ്പിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചത് ആ പരലോകത്ത് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ്, തഖ്വ കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം തൗഫീഖ് നൽകിയിട്ടുള്ള റബ്ബിനെ നമ്മൾ ഉദ്ഘോഷിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, തക്ബീറുകൾ വർദ്ധിപ്പിക്കുകയാണ്, നമ്മൾ തഹ്ലീലുകൾ നമ്മൾ വർദ്ധിപ്പിക്കുകയാണ്. കാരണം എന്ത്? തഖ്വ അധിഷ്ഠിതമായി ജീവിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഒരു റമളാൻ കഴിഞ്ഞാൽ നമുക്ക് ശിഷ്ടമായി മിച്ചം കിട്ടേണ്ടത് തഖ്വയാണ് പ്രിയമുള്ളവരെ. കാരണം തഖ്വ കരസ്ഥമാക്കുന്ന ആളുകൾക്കാണ് സ്വർഗമുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ റമളാനിന്റെ ഒരു മാസം കഴിഞ്ഞു പോകുമ്പോ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കാണാതിരിക്കാൻ, ഹറാമുകളും മ്യൂസിക്കുകളും മറ്റുള്ള വൃത്തികേടുകളും കാണാതിരിക്കാൻ, അതിൽ നിന്നും കണ്ടുതിരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് തഖ്വ. കൂടുതൽ ഇബാദത്തുകൾ കൊണ്ട് പടച്ചറപ്പിന്റെ പൊരുത്തം നേടാൻ സാധിക്കുന്നുണ്ടോ? അതാണ് തഖ്വ. പട്ടിണി കിടക്കലല്ല തഖ്വ, നിന്ന് നമസ്കരിക്കലല്ല തഖ്വ. നമ്മൾ ആലോചിച്ച് നോക്കുക സഹോദരന്മാര്, ഓരോ റമളാനിന്റെ ഓരോ ദിവസം കഴിയുമ്പോൾ തഖ്വയുടെ ഗ്രാഫ് ഉയർന്നിട്ടുണ്ടോ? ഡോക്ടർ പറഞ്ഞു തടി കൂടിയിട്ടുണ്ട്, കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലാണ്, ഓടണം, ചാടണം, എക്സസൈസ് എടുക്കണം, ഇനി പറ്റൂല.
അങ്ങനെ ദുനിയാവാണ് വലിയ പ്രശ്നമാണ്, തടി കൂടിയാൽ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയപ്പോ ഓടാൻ തുടങ്ങി. 4 ദിവസം ഓടിയിട്ട് വെയിറ്റിംഗ് മെഷീന്റെ അടുത്ത് പോയിട്ട് നോക്കും, കുറഞ്ഞിക്കണോ ഇല്ലേ? ഞാനും നിങ്ങൾ ചെയ്യുന്നില്ലേ? കുറഞ്ഞോണം നോക്കും. 2 ആഴ്ച ഓടിയിട്ട് വീണ്ടും നോക്കും, കൊളസ്ട്രോളിന്റെ ചെക്ക് കുറഞ്ഞിട്ടുണ്ടോ, തടി കുറഞ്ഞിട്ടുണ്ടോ, വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടോ, പരിശോധിക്കുന്നു. നമ്മൾ ഓരോ ദിവസവും നമ്മൾ പരിശോധിക്കുന്നു. എന്തിനാണ് നമ്മൾ പരിശോധിക്കാൻ കാരണം? നമുക്ക് ശിക്ഷ കിട്ടുന്നുണ്ടോ, ഇതുകൊണ്ട് മെച്ചം കിട്ടുന്നുണ്ടോ? ഈ പരിശോധന ഞാനും നിങ്ങളും നടത്തിയോ പ്രിയമുള്ളവരെ? റമദാനിന്റെ ഓരോ ദിവസം കഴിയുമ്പോഴും പടച്ചറപ്പിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാൻ തഖ്വ കരസ്ഥമാർക്ക് എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധിക്കേണ്ട ഏറ്റവും നല്ല സമയങ്ങളിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തഖ്വ, അള്ളാഹുവിനെ ഭയപ്പെട്ട്, പടച്ചറപ്പിന് ഇഷ്ടമല്ല ഞാൻ ചെയ്യൂല, റമദാൻ കഴിഞ്ഞവനാണ് ഞാൻ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഞാൻ ചെയ്യൂ. എന്റെ സാമ്പത്തിക രംഗം, എന്റെ കൗടുംബിക രംഗം, എന്റെ രാഷ്ട്രീയ ജീവിതം, എന്റെ സംസാരങ്ങൾ, എന്റെ പെരുമാറ്റങ്ങൾ എല്ലാം അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ ഞാൻ ചെയ്യൂ. അതാണ് തഖ്വ. അത് കരസ്ഥമാക്കാൻ സാധിച്ചാൽ അവന്റെ തഖ്വയുടെ ഗ്രാഫ് ഉയർന്നു എന്നർത്ഥം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെയ്ത അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ചെയ്തിട്ടുണ്ട്, അള്ളാഹ് സ്വീകരിച്ചോളും. അല്ല, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതേ ഖൂനൂ ലിഖബൂലിൽ അമലി അശദ്ദു ഇഹ്തിമാമൻ മിൻകും ബിൽ അമൽ, നിങ്ങൾ അമൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അമലുകൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഭയപ്പെടണം. കാരണം അല്ലാഹു തഖ്വയുള്ള ആളുകളിൽ തന്നെ അമൽ സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള ആളുകളുടെ ഹൃദയങ്ങളിൽ, ഏത് ഹൃദയങ്ങളിലാണോ തഖ്വയുള്ളത് അവരുടെ പ്രവർത്തനങ്ങളാണ് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖികളുടെ അമലുകളാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളുടെ അമലാണ് സ്വീകരിക്കുന്നതെങ്കിൽ അല്ലാഹുവിനോട് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് കഅബെടുക്കുന്ന സമയത്ത്. പെരുന്നാളിന്റെ സന്ദേശം എന്താണ്? തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. കൈ കൊടുത്ത് മുസാഫഹത്ത് കൊടുത്ത് കെട്ടിപ്പിടിച്ച് നമ്മൾ പറയണം, അല്ലാഹു നമ്മളത് സ്വീകരിക്കട്ടെ. സഹാബത്ത് ഒരു റമദാൻ കഴിഞ്ഞാൽ 6 മാസക്കാലം പ്രാർത്ഥിക്കും, പടച്ചോൻ എനിക്ക് സ്വീകരിക്കണേ, അടുത്ത 6 മാസം പടച്ചോൻ ഇനി അടുത്ത നോമ്പിലും പെരുന്നാളിലും ജീവിക്കാൻ തൗഫീഖ് തരണേ എന്ന് പ്രാർത്ഥിക്കുമെന്നാണ് മുൻഗാമികളുടെ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് സഹോദരന്മാർ, നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റും നമ്മൾ മനസ്സിലാക്കാനുള്ളത്, റമദാനിന്റെ പുണ്യപ്രവർത്തനങ്ങൾ ഇതോടുകൂടി അവസാനിക്കാനുള്ളതല്ല, ഇത് തുടരാനുള്ളതാണ്. ബാങ്ക് കേട്ട സമയത്ത് തന്നെ ഇഖാമത്തിന് കാത്തു നിന്നിട്ടില്ല നമ്മൾ പള്ളിയിലേക്ക് പോകാൻ. കാരണം എന്ത്? റമദാനാണ്, ജമാഅത്തിന് പള്ളിയിലെത്തണം. ഈ നിലപാട് തുടരേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അത് പാരായണം തുടരേണ്ടതുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യപ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാനുള്ളതാണ്. നിയന്ത്രണങ്ങളെല്ലാം പൊട്ടിച്ചു കളഞ്ഞ്, എല്ലാ നിയന്ത്രണങ്ങളും പൊട്ടിച്ചു കളഞ്ഞ്, ഹറാമുകളും അതേപോലെ തന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കാണാനും കേൾക്കാനും, അതേപോലെ തന്നെ ഇഷ്ടമില്ലാത്തത് സംസാരിക്കാനും ഒരു നിയന്ത്രണമില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥ ഒരിക്കലും നോമ്പനുഷ്ഠിച്ച് നമുക്ക് ഉണ്ടാകാൻ പാടില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ ചെയ്ത അമലുകൾ അത് റമദാനായതുകൊണ്ട് ചെയ്തതാണ് ഇല്ല. പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ലാ തകൂനു റമദാനിയൻ കൂനു റബ്ബാനിയൻ. നിങ്ങൾ റമദാനിന്റെ ആളുകളല്ല. റമദാനിൽ ജീവിച്ചിരിക്കുന്ന റബ്ബ് ശഅബാനിലുണ്ട്, ശവ്വാലിലുണ്ട്, മറ്റുള്ള മാസങ്ങളിലുമുണ്ട്. ആ റബ്ബ് മാർക്കിടുന്നുണ്ട്. അതുകൊണ്ട് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരെ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണം. അല്ലേ? റമദാൻ കഴിഞ്ഞു, ഇന്ന് ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയാണ്. നാളെ മുതൽ നോമ്പ് ആരംഭിച്ചു. 6 നോമ്പ് ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നോമ്പ് റമദാനിൽ മാത്രമുള്ളതല്ല, നമസ്കാരം റമദാനിൽ മാത്രമുള്ളതല്ല, രാത്രി നമസ്കാരങ്ങൾ, ദിക്റുകൾ, ഖുർആൻ പാരായണം അത് റമദാനിൽ മാത്രമുള്ളതല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, അമലുകൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. റമദാനിന്റെ പരിശുദ്ധിയെ തകർക്കുന്ന പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തകൂനു കല്ലതീ നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ വ അൻകാതാ, മിൻ ബഅദി ഖുവ്വത്തിൻ വ അൻകാതാ. വിശുദ്ധ ഖുർആൻ ഒരു ഭ്രാന്തി പെണ്ണിന്റെ കഥ പറഞ്ഞു തരികയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ശക്തമായ കയർ പിരിച്ചുണ്ടാക്കുകയാണ്. ശക്തമായ കയർ അവർ നന്നായിട്ട് ഉണ്ടാക്കി, കയറുണ്ടാക്കി, ഓരോ നാരുകളും വെച്ച് ശക്തമായി നല്ല ശക്തമായി ഉണ്ടാക്കിയതിനു ശേഷം വൈകുന്നേരം അവൾ എന്ത് ചെയ്തു? ആ കയറിന്റെ പിരികൾ ഓരോന്നായി ഉടച്ചുടച്ച് ഇയകൾ ഓരോന്നായി പിന്നെ വേർപെടുത്തി അതിനെ ദുർബലപ്പെടുത്തിയ ഒരു പെണ്ണുണ്ട്. ഭ്രാന്തി പെണ്ണിന്റെ കഥ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. അതുപോലെ ആകാൻ പാടില്ല.
ഒരു മാസക്കാലം മുഴുവൻ അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് നാവിനെ നിയന്ത്രിച്ച്, അതേപോലെ തന്നെ കൽബിനെ നിയന്ത്രിച്ച്, ഹറാമുകൾ കാണാതിരുന്ന്, കേൾക്കാതിരുന്ന്, സംസാരിക്കാതിരുന്ന്, ഇതെല്ലാം ഈ ശവ്വാലോട് കൂടി, ശവ്വാലിന്റെ പിറ കാണുന്നതോട് എല്ലാ നിയന്ത്രണങ്ങളും പൊട്ടിച്ചെറിഞ്ഞ്, അതേ ഈ വെള്ളക്കെട്ട് പൊട്ടി ഒലിച്ചു വരുന്ന പോലെ ഒരു നിയന്ത്രണവും ഇല്ലാത്ത അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. ഇനി തെരഞ്ഞെടുപ്പാണ് വരുന്നത്. പ്രിയമുള്ളവർ, എല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ എന്താണ് നിലപാട്? നമുക്ക് നിലപാടുണ്ട്. നമ്മളാരും അരാഷ്ട്രീയവാദക്കാരല്ല. പക്ഷേ നമ്മുടെ പരലോകം കളഞ്ഞുകൊണ്ടുള്ള സംസാരങ്ങൾ, പെരുമാറ്റങ്ങൾ നമുക്കുണ്ടാകാൻ പാടില്ല. നമുക്ക് പരലോകമാണ് വലുത്. മറ്റു പാർട്ടിയാണല്ലോ, മറ്റവന്റെ പാർട്ടിയാണല്ലോ, അവനെ കുറിച്ച് എന്തും പറയാം, അവരെ കുറിച്ച് എന്തും പറയാം. വ്യഭിചാര ആരോപണം വരെ പറയുന്ന ആളുകൾ. കാരണം എന്ത്? എന്റെ പാർട്ടിക്ക് ജയിക്കണം, അവനെ തകർക്കണം, ഞങ്ങൾക്ക് നന്നാകണം. ഒപ്പം നിന്ന് നമസ്കരിക്കുന്ന ആളുകൾ, ഒരേ പള്ളിയിൽ വരുന്ന ആളുകൾ പരസ്പരം തർക്കിക്കുകയാണ്. സഹോദരന്മാരെ, ആ യാക്കോബിനെ പോലെ നമ്മളാകാൻ പാടില്ല. നമുക്ക് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്, നമുക്ക് നിലപാടുകളുണ്ട്, അതിന് തർക്കമില്ല. പക്ഷേ തന്റെ സ്വന്തം മുഅ്മിനായ മുസ്ലിമായ ആദർശ സഹോദരനെ തകർത്തുകൊണ്ട്, അവനെ കരിവാരി തീർച്ചുകൊണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട്, എത്രത്തോളം ഇല്ലാത്ത ആരോപണങ്ങൾ അത് പടച്ചുണ്ടാക്കി, മെനഞ്ഞുണ്ടാക്കി, പോസ്റ്റുകളും വീഡിയോകളുമാക്കി പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് ഒരു മൈക്രോ സെക്കൻഡ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് അയച്ച് പരലോകത്ത് നഷ്ടം പാരി കൂട്ടുന്ന ആളുകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിലുണ്ട്. നമുക്കറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഇല്ലാത്ത സംഗതിയാണ് നമുക്കറിയാം, അല്ലെങ്കിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയില്ല. മറ്റവനെ കുറിച്ചല്ലേ എടുക്കട്ടെ, ഞമ്മന്റെ പാർട്ടിയല്ല, ഓന്റെ പാർട്ടിയല്ല എടുക്കട്ടെ. സുഹൃത്തുക്കളെ, എവിടെയാണ് നമ്മുടെ നമസ്കാരം? എവിടെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ? എവിടെയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ എടുത്ത അമലുകളെല്ലാം ആ പറയപ്പെട്ട ഭ്രാന്തിപ്പെണ്ണിനെ പോലെ തകർത്ത് കളയുന്ന അവസ്ഥാവിശേഷം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ സഹോദരിമാർ, പ്രത്യേകിച്ച് വസ്ത്രദാന രംഗത്ത് ഏറെ നമ്മൾ ശ്രദ്ധിച്ചു. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന് പൊരുത്തമുള്ള റസൂലുള്ളാഹി പഠിപ്പിച്ച ഈ വസ്ത്ര ഡ്രസ് കോഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചു. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, പഠിച്ചോനെ നരകത്ത് നിന്ന് കാക്കണേ, അള്ളാഹുവെ നരകത്ത് നിന്ന് കാക്കണേ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ വല്ലാഹുമ്മ ആതിക് റിഖാബനാ മിനന്നാർ. നമ്മൾ ഖുനൂത്തിൽ പ്രാർത്ഥിക്കുകയാണ്, രാത്രി നമസ്കാരങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്, കരമുയർത്തിക്കൊണ്ട് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, മറ്റുള്ള ആളുകളെ ആകർഷിക്കാൻ വേണ്ടി അതേ വസ്ത്രം ധരിച്ചിട്ടും വിവസ്ത്രങ്ങളായ പെണ്ണുങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ആണുങ്ങൾക്കിടയിൽ ഞാൻ തരക്കേടില്ലാത്തവളാണ്, എന്നെ നിങ്ങൾ കണ്ടില്ലേ, ആകർഷിക്കാൻ വേണ്ടി അതേ ഇങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ അഴിഞ്ഞാടി ആ നിലക്ക് നടക്കുന്ന പെണ്ണുങ്ങൾ ലാ യദ്ഖുലുൽ ജന്നത. പ്രിയമുള്ള സഹോദരിമാരെ, ലാ യദ്ഖുലുൽ ജന്നത, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് മാത്രമല്ല വലാ യജിദുന റീഹഹാ, അതിന്റെ പരിമളം പോലും കിട്ടുകയില്ലെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത് ഹറാമാണ്, നമുക്കറിയാം. ആ ഡ്രസ്സ് ഹറാമാണ്, മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്തതാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതാണ്. അവരുടെ ശരീരഭാഗങ്ങൾ തുറിച്ച് അതേപോലെ തന്നെ അതിങ്ങനെ തടിച്ചു ചേർത്ത് നിൽക്കുന്നുണ്ട്, ആകാര വടിവ് കാണുന്നുണ്ട്. വൃത്തികെട്ട ആളുകൾക്ക്, മനസ്സിൽ രോഗമുള്ള ആളുകൾക്ക് കുത്തിവലിക്കാനും അവരുടെ ആകാര വടിവ് കണ്ട് ആസ്വദിക്കാനും പറ്റുന്ന രീതിയിലാണ് എന്റെ മകൾ, എന്റെ ഭാര്യ, എന്റെ കുടുംബം, എന്റെ ഉമ്മ, എന്റെ മരുമകൾ എന്നുള്ളത് അറിയാം, ഞാൻ എങ്ങനെയാണെന്ന് അറിയാം. എന്നിട്ടും അത് ധരിച്ചു പോകുന്ന ആളുകൾ എന്തേ പരലോകം മറന്നത്? എന്തേ പരലോകം മറന്നത്? സഹോദരി, എത്രയാണ് നമ്മുടെ ആയുസ്? ഒന്ന് മുകളിലേക്ക് എടുത്ത് ശ്വാസം താഴേക്ക് വിടാതിരുന്നാൽ നാളെ പാത്രത്തിൽ ഫോട്ടോ വരും, വാട്സാപ്പിൽ ഫോട്ടോ, ഇന്ന സഹോദരി മരണപ്പെട്ടു, വയസ്സ് 24 വയസ്സ്, 35 വയസ്സ് അല്ലേ, ചെറുപ്പക്കാരനായിരുന്നു. നമ്മളൊക്കെ ഇന്നാലില്ലായോ ഇന്നായില്ലേ റാജു എന്ന സ്റ്റിക്കർ ഇടും, അതോടുകൂടി കഴിഞ്ഞു അല്ലേ. നമ്മൾ കുറെ ആളുകളുടെ സ്റ്റിക്കർ ഇട്ടുകൊടുത്തില്ല സഹോദരി അല്ലേ. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു മോശമല്ലവും. ഇനി നമ്മളുടെ സ്റ്റിക്കർ ഒരു ദിവസം കൊടുക്കും, നമ്മുടെ ഫോട്ടോ വരും, നമ്മുടെ ഫോട്ടോക്ക് താഴെ സ്റ്റിക്കറുകൾ വരുന്ന ദിവസമുണ്ട്. എന്ത് ചെയ്തു പ്രിയമുള്ളവരെ? നാളത്തേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, പറഞ്ഞു വരുന്നതിന് ചുരുക്കം, ഇതെല്ലാം പൊട്ടിച്ചു കളയാനുള്ളതല്ല, അമലുകൾ നിർത്താനുള്ളതല്ല, ഹറാമുകൾ നമ്മൾ എത്തി നോക്കാതിരുന്നത് ഒരിക്കലും ഒഴിവാക്കാനുള്ളതല്ല. ഇസ്തിഖാമത്തോട് കൂടി ജീവിക്കണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكه. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് റമളാനിൽ മാത്രമല്ല, ശഅബാനിൽ മാത്രമല്ല, ഇന്ന ദിവസങ്ങളിൽ മാത്രമല്ല, ഒരു സീസൺ ഭക്തിയിലല്ല, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന കാലം അത്രയും പടച്ചറപ്പിനെ ഇഷ്ടപ്പെട്ട ജീവിതം നയിച്ച്, അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ച ജീവിതം നയിച്ച്, അങ്ങനെ മരണപ്പെടുന്ന സമയത്ത് ആ
മുത്തക്കികളായ ആളുകളുടെ അടുക്കിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ മലക്കുകൾ വന്നുകൊണ്ട് അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല, പടച്ചറപ്പിനെ ഭയപ്പെട്ട് ജീവിച്ചവളല്ലേ, അള്ളാഹനെ ഭയപ്പെട്ട് ജീവിച്ചവളല്ലേ, അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചവനല്ലേ, അതേ നിങ്ങൾ സ്വർഗത്തിലേക്കാണ്. ഫദ്ഖുലീ ഫീ ഇബാദി വദ്ഖുലീ ജന്നതി, എന്റെ സ്വർഗത്തിലേക്ക്, എന്റെ നല്ല അടിമകളുടെ കൂടെ, സലഫുസ് സ്വാലിഹീങ്ങളുടെ കൂടെ, മുഅ്മിനീങ്ങളുടെ കൂടെ സ്വർഗത്തിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ റൂഹിനെ പിടിക്കുന്ന ആളുകളുണ്ട്. അത് ആർക്കുള്ളതാണ്? കുറച്ച് സഹിച്ച ആൾക്കാർക്കുള്ളതാണ്. വെറുതെ കിട്ടൂല. വെറുതെ സ്വർഗം കിട്ടുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മക്കളെ, സഹോദരിമാരെ, ഓസിക്കുന്ന വെറുതെ സ്വർഗം കിട്ടും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മുടെ സഹാബത്ത് ഏറെ കഷ്ടപ്പെട്ട് നേടിയ സ്വർഗം, മുൻഗാമികൾ ഏറെ കഷ്ടപ്പെട്ട് നേടിയ സ്വർഗം, ഈ ചൂളകളിലാണ് അവർ ജീവിച്ചത്. അവർ പോയ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ടോ? അബ്ഹസിബത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു തന്നെ സ്വർഗത്തേക്ക് പോകാൻ പണിയെടുക്കണം, കഷ്ടപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് നിയമങ്ങളും വിലക്കുകളും പാലിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ആ ആളുകൾ ഖബറിൽ എത്തുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫഅബ്രിശൂഹു മിനൽ ജന്ന വഅൽബിസൂഹു മിനൽ ജന്ന ഫഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. ആ നല്ല അടിമക്ക്, ആ അടിമപ്പണ്ടിന് അതേ ഖബറിൽ, ആ ബർസഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗ്ഗീയ അനുഭവങ്ങൾ നിങ്ങൾ കൊടുക്കൂ. സ്വർഗ്ഗത്തിലേക്ക് ഒരു വാതിൽ നിങ്ങൾ തുറന്നു കൊടുക്കൂ. സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഉടയാടുകൾ അവർക്ക് കൊടുക്കൂ. സന്തോഷിച്ച് അവൾ പെണ്ണ് കഴിയട്ടെ. സ്വർഗ്ഗത്തിൽ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട്, അല്ലാഹുവിന്റെ ഏറെ ഇഷ്ടപ്പെട്ട അടിമയായിക്കൊണ്ട് ആ പെണ്ണ്, ആ ആണ് കഴിയട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിർത്താനുള്ളതല്ല, തുടരാനുള്ളതാണ്. ഈ അമലുകൾ ഇതുപോലെ തുടരണം. ചില ആളുകൾക്ക് തോന്നുന്നു ഇതുപോലെ തുടരെ, എന്തിനാണ് കുറെ കൊടുത്തില്ലേ, നിസ്കരിച്ചില്ലേ, രാത്രി നിസ്കരിച്ചില്ല, ഇനിയിപ്പോ രാത്രി നിസ്കരിക്കണം, അടുത്ത റമദാൻ വരട്ടെ, എത്രയോ ഓതിയത് മുസ്തഫൊക്കെ മടക്കി തട്ടുമ്പോർത്ത് വെച്ചിരിക്കുകയാണ്, ഇനി അടുത്ത റമദാൻ വരാം അല്ലേ? കാരണം നമ്മൾ ഒരുപാട് ചെയ്തു. എന്റെ പ്രിയമുള്ളവർ, ഒരുപാട് ചെയ്തു. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ ശരീരം എത്രയാണ് സഹോദരന്മാരെ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ. നമ്മുടെ ശരീരം മാത്രം എടുക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള അത്ഭുതമായ പ്രവർത്തനം. ഏതെങ്കിലും ഒരു ചെറിയ നരമ്പ് പണിമുടക്കിയാൽ മതി. ഒരു ചെറിയ നരമ്പ് പണിമുടക്കിയാൽ കഴിഞ്ഞു. കാഴ്ച കാണില്ല, കാഴ്ച നഷ്ടപ്പെട്ടു, കേൾവി നഷ്ടപ്പെട്ടു, ഇരുന്നോത്തിന് എണീക്കാൻ കഴിയുന്നില്ല. മരുന്ന് മണക്കുന്ന, മൂത്രം മണക്കുന്ന മുറികളിൽ തളച്ചിട്ട് കിടക്കുന്ന എത്രയോ രോഗികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ? ഒന്നും വേണ്ട പ്രിയമുള്ളവരെ, ഒരു മാങ്ങാണ്ടിയുടെ വലിപ്പമുള്ള കിഡ്നി അതൊന്ന് പണിമുടക്കിയാൽ ശരീരത്തിലെ മറ്റുള്ള ഒരുപാട് ഓർഗനുകളെ വെച്ച് നോക്കുമ്പോൾ കിഡ്നി ഒന്നുമല്ല. തലച്ചോറിനെ വെച്ച് നോക്കുമ്പോൾ, ഹൃദയത്തെ വെച്ച് നോക്കുമ്പോൾ, മറ്റുള്ള പല ഓർഗൻസിനെയും വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. ഒരു ചെറിയ സാധനം പണിമുടക്കിയാൽ എന്താ അവസ്ഥ പ്രിയമുള്ളവരെ? എന്താണ് അവസ്ഥ പ്രിയമുള്ളവരെ? അല്ലേ? ഒരു സ്കാനിംഗ് റിസൾട്ട് കൊണ്ട് തീരുമാനമാകും ക്രിയാറ്റിന്റെ അളവ് കൂടുതലാണ്, പ്രശ്നമാണ്, ഇനി മുന്നോട്ട് പോകില്ല, ഡയാലിസിസ് വേണം. ഡയാലിസിസ് മെഷീനിന്റെ അടുക്കൽ ഹോസ്പിറ്റലുകളിൽ അതേ 4-5 മണിക്കൂറുകൾ കെട്ടിക്കിടക്കുകയാണ്. ഒരു മാങ്ങാണ്ടി പ്രവർത്തനം നിലച്ചതിന്റെ പേരിൽ. ആര് തന്നു പ്രിയമുള്ളവരെ? ഇത് എന്റെയും നിങ്ങളെയും പ്രിയപ്പെട്ട റബ്ബ് നമ്മളെ സൃഷ്ടിച്ച അന്ന് മുതൽ 40, 50, 60, 70, 80 വർഷം കിഡ്നി നിലച്ചിട്ടില്ല, ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചിട്ടില്ല. എവിടെയാണ് നമുക്ക് നന്ദി ചെയ്യാൻ പറ്റിയത്? എത്രയാണ് നമുക്ക് കൊടുക്കാൻ പറ്റിയത്? നിലച്ചിട്ടില്ലല്ലോ, പ്രയാസപ്പെടുത്തിയിട്ടില്ലല്ലോ, ഇല്ലല്ലോ പ്രിയമുള്ളവര്. എനിക്ക് നടക്കുന്നില്ല രണ്ട് കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മെഷീൻ എടുത്ത് കെട്ടിക്കിടക്കുകയാണ്. രക്തം കയറ്റണം, രക്തം ഇറക്കണം, കാരണം ഫിൽട്രേഷൻ നടക്കുന്നില്ല. എന്നിട്ടോ 10,000 മുടക്കണം, മണിക്കൂറുകൾ. ഒരു മനുഷ്യൻ, ഒരു ഡയാലിസിസ് പേഷ്യന്റ് ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ കഥ തന്നെ മാറുകയാണ്. ഇല്ല, അയാളെ പരിചരിക്കാൻ, അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മളെ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അതുകൊണ്ട് തീരോ പ്രശ്നം? ഈ മാങ്ങാണ്ടിയുടെ പണി അതുകൊണ്ട് തീരോ പ്രിയമുള്ളവരെ? ഇല്ലല്ലോ. അതിന്റെ പുറമെ മെഡിസിൻസ് ആണ്, ഇഞ്ചക്ഷനുകളാണ്, മരുന്നുകളാണ് അല്ലേ? ഡയാലിസിസ് മെഷീനിൽ കയറ്റിയിട്ട് തീർന്നില്ല. ഓരോരോ മെഷീൻ ഒരു ചെറിയ മാങ്ങാണ്ടിയുടെ പണിയെടുക്കുകയാണ്. എന്നിട്ടും പ്രശ്നം പരിഹരിക്കണ്ടോ? ഇല്ല സഹോദരന്മാരെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യൻ ലൗ അന്ന റജുലൻ യഖറു അലാ വജ്ഹിഹി മിൻ യൗമി ഉലിദ
ഇലാ യൗമി യമൂതു ഹറമൻ ഇലാ മർളാത്തില്ലാഹ്. ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ ജനിപ്പിച്ചത് മുതൽ അയാൾ എന്നാണോ മരിക്കുന്നത് ആ മരണപ്പെടുന്ന ദിവസം വരെ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള ജീവിതം നയിക്കുന്നു. മരണം വരെ അല്ലാഹുക്ക് ഇഷ്ടമുള്ള ജീവിതം. സുജൂദോട് സുജൂദാണ്, ഇബാദത്തോട് ഇബാദത്താണ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊടുക്കലോട് കൊടുക്കലാണ്. അങ്ങനെ ജീവിച്ച് ജനിച്ചത് മുതൽ മരണം വരെ തന്നെ പൂർണ്ണമായും ഒരു തെറ്റും ചെയ്ത ഹറാം ചെയ്യാതെ ഇബാദത്തുകൾ കൊണ്ട് മാത്രം ജീവിച്ചൊരു മനുഷ്യനുണ്ട് എന്ന് സങ്കല്പിക്കുക. അങ്ങനെ അയാൾ പരലോകത്തെത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ലഹഖറഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ചെല്ലുമ്പോൾ അതിന്റെ ഭീകരതയും അവിടെയുള്ള രക്ഷാശിക്ഷകളും അവിടെ വിചാരണയുടെ അവസ്ഥയും അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും ഒക്കെ കാണുമ്പോൾ ലഹഖറഹു യൗമൽ ഖിയാമ. അയാൾ ആലോചിക്കണം, പടച്ചോനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ജീവിതം മുഴുവൻ ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമാക്കിയ ആള് പരലോകത്ത് വന്ന് അവിടുത്തെ അവസ്ഥകൾ കാണുമ്പോൾ അവർ വിചാരിക്കണം, പടച്ചോനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്കി. ആരാ പറയണത്? കളവ് പറയാത്ത മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഖിയാമത്ത് നാളിന് വേണ്ടി നമ്മൾ പണിയെടുക്കണം. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരയുന്നു. ഖബർ കാണുമ്പോൾ കരയുന്നു. ആരായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു? സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ്. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും മദീനയിൽ വെള്ളമില്ല. മക്കയിൽ നിന്ന് മദീനയിലെത്തി. ജൂതന്റെ അടുക്കലാണ് വെള്ളമുള്ള കിണർ. റസൂലുള്ളാഹി ചോദിച്ചു, ആരാണ് ഈ കിണർ? മുസ്ലിമീങ്ങൾക്ക് വെള്ളം പൈസക്ക് മുക്കുകയാണ്. വലിയ വില കൊടുത്തു വാങ്ങണം. കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷണം കഴിക്കാൻ വെള്ളമില്ല. നല്ല വെള്ളമുള്ള, നല്ല മുതലമുള്ള വെള്ളമുള്ള കിണറുണ്ട് മദീനയിൽ. ആരുടെ കയ്യില? ജൂതന്റെ കയ്യില. ഇസ്ലാമിന്റെ എക്കാലത്തെ ശത്രു അവന്റെ കയ്യില. മുസ്ലിങ്ങൾക്ക് വെക്കുക പൈസക്ക്. റസൂലുള്ളാഹി ചോദിച്ചു, ആരാണത്? ഇത് വഖഫ് ചെയ്യാൻ, ഇത് ജനങ്ങൾക്ക് കൊടുക്കാൻ ആര് തയ്യാറുണ്ട്? 35,000 ദീനാറിന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തയ്യാറായി. 35,000 ദീനാർ. ഒന്ന് സങ്കല്പിച്ചു നമുക്ക് സഹോദരന്മാരെ. ഉള്ള കാശ് മുഴുവൻ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെലവഴിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ച സഹാബിയാണ്. ഞാൻ സ്വന്തം സ്വർഗ്ഗത്തിലാണല്ലോ, നീ ഏതായാലും കഴിച്ചിലായല്ലോ എന്നല്ല അല്ലേ? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ട് അദ്ദേഹം കൊടുത്തു. അല്ലേ? ഖബർ കാണുമ്പോ കരയ മാത്രല്ല, ഖബറിലേക്കുള്ള പണിയെടുക്കുന്ന ആൾക്കാരാണ്. പരലോകം ഖബറും കേൾക്കുമ്പോ കാണുമ്പോ കരയ മാത്രല്ല, അതിനുവേണ്ടി പണിയെടുത്തു. മദീനത്തെ പള്ളി വികസിപ്പിക്കണം. പള്ളിയിൽ ആള് കൂടി. പള്ളി സ്ഥലമില്ല. സ്ഥലം പള്ളിന്റെ അടുത്തുള്ള സ്ഥലം എടുക്കണം. ആരുടെ തയ്യാർ? കാശില്ലാരെടുക്കും. ഉസ്മാനുണ്ട് തയ്യാർ. ഉസ്മാനിന്റെ പ്രിയമുള്ളവരെ തയ്യാർ. ഞാനും നിങ്ങളും മദീനത്ത് പോയി നമസ്കരിച്ചു വരുമ്പോ ആ സ്ഥലത്ത് ഉസ്മാനിന്റെ കബറിലേക്ക്, നമ്മുടെ നേതാവിന്റെ കബറിലേക്ക്, ആ സഹാബത്തിന്റെ കബറിലേക്ക് ഓഹരി കൊടുത്തിട്ട് ഞാനും നിങ്ങളും വരുന്നത്. എന്റെ പള്ളിക്ക് കൊടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോ എന്റെ സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പള്ളിക്ക്, ഒരു മദ്രസക്ക്, ഒരു ദീനിയായ പ്രവർത്തനത്തിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ എന്റെ പിശിക്കുന്നത് പരലോകം ബോധ്യപ്പെടാത്തത് കൊണ്ടാണ്. ആ പരലോകം മനസ്സിലാക്കി അറിയാത്തത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ആര് കൊണ്ടുപോകും? നമ്മൾ എന്ത് നമ്മൾ കൊണ്ടുപോകും? സമ്പാദിച്ചത് കൊണ്ടുപോകുമോ? നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് കൊണ്ടുപോകുമോ? നമ്മുടെ വാഹനങ്ങൾ കൊണ്ടുപോകുമോ? നമ്മുടെ പൗരം പത്രാസ് കൊണ്ടുപോകുമോ? എന്താ നമ്മൾ കൊണ്ടുപോകുക? ഈ സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നുവെന്ന്, എന്റെ വീട്ടിലേക്ക് ഞാൻ എത്തുമെന്ന് ആർക്കാ ഗ്യാരണ്ടി ഉള്ളത്? ഒരു ഗ്യാരണ്ടിയുള്ള ഈ സംസാരിക്കുന്ന മൈക്കിന് ഗ്യാരണ്ടി ഉണ്ട്. എന്റെ ശബ്ദം നിങ്ങൾക്ക് ആംപ്ലിഫൈ ചെയ്തെത്തിക്കുന്ന ആംപ്ലിഫയറിനും മൈക്കിന് ഗ്യാരണ്ടി ഉണ്ട്. പക്ഷെ എനിക്ക് ഗ്യാരണ്ടി ഇല്ല. കേൾക്കണം, നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല പ്രിയമുള്ളവരെ. ഇന്ന് തന്നെ മയ്യത്തെടുക്കും, നാളേക്ക് വെക്കണില്ല. ഭാര്യ പറയാ കൊണ്ടോണ്ടെന്ന് പറയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ആരും പറയില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യാൻ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാൻ വളരെ മലിനമായ അവസ്ഥയാണ് മുസ്ലിം സമുദായം. പ്രത്യേകിച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും യുവാക്കളും യുവതികളും ഒക്കെ വല്ലാത്ത അവസ്ഥയാണ്. അയിഞ്ഞാളുകളാണ് സോഷ്യൽ മീഡിയകളിൽ. സൗന്ദര്യവർദ്ധക വസ്തുക്കളും അതേപോലെ തന്നെ വസ്ത്രധാരണ രംഗത്ത് മൈഞ്ഞാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയകൂനു ഫീ ആഖിരി സമാനി ഖസ്ഫുൻ വകദ്ഫുൻ വമസ്ഖുൻ. ഭൂമി പിളർത്തപ്പെട്ട് ശിക്ഷിക്കുന്ന അവസ്ഥ വരും. അതേപോലെ തന്നെ ചരൽ വർഷം വരും. രൂപമാറ്റമുണ്ടാക്കുന്ന അള്ളാഹുവിന്റെ ഭീകരമായ ശിക്ഷ വരും. എപ്പോഴാണ് റസൂലെ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, അത് ഇദാ ലഹറത്തിൽ മആസിഫ് വൽ ഖൈനാത്ത്, നർത്തകികളും പാട്ടുപാടി നൃത്തം ചെയ്യുന്ന പെണ്ണുങ്ങൾ, അതേപോലെ തന്നെ വിവസ്ത്രങ്ങളായ പെണ്ണുങ്ങൾ, ആളുകൾ ആകർഷിക്കുന്ന പെണ്ണുങ്ങൾ, സംഗീത ഉപകരണങ്ങളും വർദ്ധിക്കുന്ന ഒരു സമയം വരും. അതൊക്കെ ഹലാലാക്കപ്പെടുന്ന അവസ്ഥ വരും. പ്രശ്നമില്ലാത്ത അവസ്ഥ വരുമ്പോൾ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം പ്രിയമുള്ളവരെ, ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മൾ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
ഇന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് വല്ലാത്ത സങ്കടകരമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അറേബ്യൻ രാജ്യങ്ങൾ, ഏതായി രാജ്യങ്ങൾ? നമ്മുടെ കണ്ണം തരുന്ന രാജ്യങ്ങളാണ്. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് അന്നം തരുന്ന രാജ്യങ്ങളാണ്. ഓരോ വീട്ടിലും ഒന്നോ രണ്ടോ ആളുകൾ ഈ രാജ്യങ്ങളിലുണ്ട്, അല്ലേ? ഇറാൻ ബോംബിട്ടത്, അല്ലെങ്കിൽ അമേരിക്ക ബോംബിട്ടത്, അല്ലെങ്കിൽ പിന്നെ ഈ ഇസ്രായേൽ ജൂതരാഷ്ട്രം, തെമ്മാടി രാഷ്ട്രം ബോംബിട്ടത്, അത് എവിടെയാണ്? അത് ഇറാനിലാണ്, അല്ലെങ്കിൽ അത് സൗദി അറേബ്യയിലാണ്, അല്ലെങ്കിൽ അത് ഖത്തറിലാണ്. ആ ബോംബിട്ട് അവിടെ മാത്രമല്ല, നമ്മളെ അടുക്കളയ്ക്ക് വരെ എത്തി, നമ്മുടെ അടുക്കളയിലേക്ക് വരെ എത്തി. സഹോദരന്മാരെ, സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഗ്യാസിന് വില കൂടി, അവിടെ നിന്നിട്ട് എല്ലാം വില കൂടുകയാണ്, അല്ലേ? വരാൻ കഴിയില്ല. എത്ര ആളുകൾ പെരുന്നാളിന് വേണ്ടി വരാൻ കാത്തിരുന്ന ആളുകള്, ഖത്തറിലും കുവൈറ്റിലുള്ള ആളുകള് വരാൻ കഴിയില്ല. ലീവ് അടിച്ചു. നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള ആളുകളുടെ കഥ പറയുന്നത്. അപ്പൊ എല്ലാവരും കുടുംബത്തിൽ ഇത് ബാധിച്ചു, അല്ലേ? ലീവ് അടിച്ചു. ഇനി ഒരു മാസം ലീവാണ്, സാലറി കൊടുക്കുന്നില്ല, റൂമിൽ കെട്ടിക്കിടക്കണം, നാട്ടിൽ പോരാൻ വയ്യ. സൗദിക്ക് എങ്ങനെ കടന്നാലോ 18 മണിക്കൂർ 20 മണിക്കൂർ യാത്ര ചെയ്യണം, അതിന് 1.5 ലക്ഷം കൊടുക്കണം. ഈ ചെറിയ സാലറിക്കാർ എവിടെയാണ് സഹോദരന്മാരെ? അതുകൊണ്ട് നമ്മൾ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ ഇതിന്റെ വില നമ്മൾ അനുഭവിക്കും. ഇതിന്റെ പ്രയാസത്തിലാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. എവിടെയാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്? അശാന്തിയുടെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ വൃത്തികെട്ട 2 രാജ്യങ്ങൾ, അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലും, അവർ മുസ്ലിം രാജ്യങ്ങളെ തകർക്കുകയാണ്. അണുവായുധത്തിന്റെയും അതേപോലെ തന്നെ മറ്റുള്ള മിസൈലുകളുടെ പേര് പറഞ്ഞ് ആരായി ചെയ്യുന്നത്? ആരാണ് ഈ ചെയ്യുന്നത്? ഏറ്റവും വലിയ അണുവായുധങ്ങളും അതേപോലെ തന്നെ ആയുധ കോപ്പുകളും ഉള്ള ആളുകൾ നമ്മുടെ മുസ്ലിം രാജ്യങ്ങളിൽ നിരനായിട്ട് നടത്തുകയാണ്. പാവപ്പെട്ട മുസ്ലിമീങ്ങളെ എത്രയാണ് ഇസ്രായേലൊക്കെ കൊന്നൊടുക്കിയത്? പലസ്തീനിലും ഗസയിലും ഒക്കെ പാവപ്പെട്ട പിഞ്ചോമന മക്കളെ അവർ ബലിയെടുക്കുകയാണ്. അവരുടെ ദേവന് വേണ്ടിയിട്ട് മുസ്ലിങ്ങളെയാണ് ബലി കൊടുക്കുന്നത്. സ്ത്രീകളെ എത്രയാണ് ലക്ഷക്കണക്കിന്. ഇപ്പോൾ എന്നിട്ട് ഈ ഇറാൻ എന്ന രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കുന്നുണ്ട്. അതിനുള്ള കാരണങ്ങൾ പറയുന്നു. അപ്പോൾ ഇറാൻ ഇങ്ങോട്ട് ബോംബിടാണ്. എവിടേക്കാണ് മിസൈലുകൾ അയക്കുന്നത്? അമേരിക്കയെ തകർക്കാൻ എന്നാ പറഞ്ഞിരുന്നത്. പക്ഷേ അമേരിക്കയെ തകർക്കാൻ മാത്രമല്ല, ഇറാന്റെ ശത്രു അഹ്ലു സുന്നയാണ്, ഇസ്ലാമിന്റെ രാജ്യങ്ങളാണ്. മക്കയും മദീനയും അടക്കം ഞങ്ങൾ തകർക്കും. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ചിട്ടുള്ള ഗേഹങ്ങൾ അവിടെ കൊണ്ടുവരും എന്നവരുടെ പ്രഖ്യാപനമാണ്. അഹ്ലു സുന്നയുടെ ശത്രുക്കളാണ് നമ്മൾ. സഹോദരന്മാർ, ഇവിടെ സംഭവിച്ചിട്ടുള്ളത് സയനിസ്റ്റുകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുമ്പോഴും അവർക്കെതിരെ പ്രാർത്ഥിക്കുമ്പോഴും ഷിയായിസവും അതേപോലെ തന്നെ ഇസ്ലാമിനെ തകർക്കുന്ന ആദർശവും നമ്മളറിയാതെ നമ്മളിലേക്ക് വരുന്നുണ്ടോ എന്ന് നമ്മൾ ശരിയാവണ്ണം മനസ്സിലായിക്കൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയകളിൽ നിന്നും നമ്മൾ നിലപാടെടുക്കുന്നെങ്കിൽ, അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അഹ്ലു സുന്നയുടെ ഉലമാക്കൾ എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്? നമ്മളെല്ലാവരും ഈ ഖുനൂത്തിൽ പോലും പ്രാർത്ഥിച്ചെന്താ? അല്ലാഹുമ്മ സല്ലി ളാലിമീന ബഅദഹും ബഅദ. പടച്ചോനെ, അക്രമികളെ കൊണ്ട് നീ തന്നെ തകർക്കണേ. അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഹറമുകളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഹറമുകളിൽ നിന്ന് പ്രാർത്ഥിക്കണം. ശത്രുക്കൾ കൊണ്ട് അള്ളാഹിന്റെ നടപടിക്രമമാണ്. ശത്രുക്കളെ കൊണ്ട് അള്ളാഹു തകർക്കും. അത് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ ഒരു ശത്രു, ഏറ്റവും വലിയ ശത്രു, മറ്റൊരു ശത്രുവിനെ തകർക്കുന്നു. അപ്പൊ തകർക്കപ്പെടുന്ന ശത്രു മിത്രമാകരുത്. നേരെ മറിച്ച് ആരാണോ ആക്രമിക്കപ്പെടുന്നവൻ, അവൻ ശത്രുവാണെങ്കിലും അത് അക്രമമാണ്, ചെയ്ത അക്രമം തന്നെയാണ്. അത് ഇറാനാണെങ്കിലും ആരാണെങ്കിലും അവർ ആക്രമിക്കപ്പെടുന്നവർ തന്നെയാണ്. അവരെ ആക്രമിക്കാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തെ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് ഉള്ളതാകട്ടെ, ആരായി ആക്രമിക്കുന്നത്? ഏറ്റവും വലിയ അപകടകാരികളാണ് ആക്രമിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ വൃത്തികെട്ട ആളുകളാണ്. ഞാനൊരു ഹുത്ബയിലാണ് സംസാരിക്കുന്നത് എന്ന് എനിക്കറിയാം. ബോധ്യമില്ലാതെ സംസാരിക്കുകയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സമയത്ത് നമ്മുടെ ഇസ്ലാമിന്റെ ആദർശം അഹ്ലു സുന്നയെ ഒരുപാട് കൊന്നുതള്ളിയ ഷിയയുടെ ആദർശം, അതിനോട് പ്രേമം വരാതെ കാത്തു സൂക്ഷിക്കുന്നത് കൂടി അഹ്ലു സുന്നയുടെ ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പെരുന്നാളിന്റെ സുന്നത്തുകളിൽ പെട്ടതാണത്. അതേപോലെ തന്നെ കുടുംബ സന്ദർശനം നടത്താനും പെരുന്നാളിന്റെ സന്ദേശങ്ങൾ കൈമാറാനും ധാരാളം ദാനധർമ്മങ്ങൾ നടത്തുവാനും പിണങ്ങി നിൽക്കുന്ന ആളുകൾ പരസ്പരം ഇണങ്ങാനുമുള്ള സമയമായിക്കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, അതേപോലെ തന്നെ അമ്മായി അമ്മ മരുമകൾ, അനിയൻ, അയൽവാസികൾ, കുടുംബക്കാർ, അതേപോലെ തന്നെ കൂടെ ജോലി ചെയ്തായിരുന്നവർ അന്ന് പിണങ്ങിയതാണ്. ഇന്ന് ഇണങ്ങാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതിനുള്ളതാണ് പെരുന്നാൾ. ഇങ്ങനെ പെരുന്നാളിലെ സുന്നത്തുകൾ
രോഗികളെ സന്ദർശിക്കാൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗികളായി കിടക്കുന്ന ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാഇന്റെ പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മളെയുമായിട്ട് ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളെയും മുസ്ലിങ്ങളുടെയും ഇസ്ലാമിന്റെ ശത്രുക്കളെയും മുസ്ലിങ്ങളുടെ ശത്രുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ പശ്ചിമേഷ്യയിൽ എല്ലായിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ ജനവിഭാഗത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار وادخلنا الفردوس يا رب العالمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. اللهم واحمي حوزة الاسلام والمسلمين. اللهم احمي بلاد المسلمين وسائر بلاد المسلمين. اللهم احمي بلاد الحرمين الشريفين. اللهم انصر اخوان المسلمين المجاهدين في سبيلك في كل مكان. اللهم ارحم موتاهم، اللهم ارحم موتاهم، اللهم ارحم موتاهم وموتى المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.